ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു മീൻകറിയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് ഹോട്ടലിൽ പോയി കഴിഞ്ഞാൽ പോലും ഇത്രയും അടിപൊളി ടേസ്റ്റുള്ള ഒരു കറി കഴിക്കാൻ പറ്റൂല കേട്ടോ. അപ്പോൾ ഈ ഒരു മീൻ നമ്മളിവിടെ കണ്ണൂർ നങ്ക് എന്ന് പറയുക. അപ്പോൾ ഈ മീൻ വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കറി നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഈ ഒരു മീൻ എന്താ പറയുക പേരെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതിൻ്റെ വലിപ്പമുള്ളതാണെങ്കിൽ ഞങ്ങളിവിടെ മാന്തൾ എന്നാണ് പറയുക, ചെറുതിന് നങ്ക് എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഞാൻ ഇതാ നിങ്ങൾക്ക് കാണിച്ചു തന്ന മീനിൻ്റെ അകത്തുനിന്ന് പകുതി മീൻ എടുത്തിട്ട് ഇതാ ഇതുപോലെ ഒന്ന് തൊലിയെല്ലാം കളഞ്ഞെടുത്തതിന് ശേഷം തലയും വാലൊക്കെ കളഞ്ഞെടുത്ത് നല്ലതുപോലെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വലിപ്പമുള്ള മീനാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു മീശ പോലുള്ള ഭാഗങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കലുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതാ ഇവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ ഒരു 5 വെളുത്തുള്ളി കൂടി ഞാനിതാ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെളുത്തുള്ളി വലുതായത് കാരണമാണ്, എന്താ പറയുക, വലിയ അല്ലി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ 5 എടുത്തിട്ടുള്ളത്. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം എടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നിങ്ങൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എത്രത്തോളം വേണമെന്ന് വെച്ചാൽ കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. ഞാൻ എടുത്തിട്ടുള്ള മുളക് പൊടി അധികം എരിവില്ലാത്തതാണ്. അങ്ങനെ ഇത് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നല്ലതുപോലെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്, നമ്മുടെ പൊടികൾ കരിഞ്ഞു പോകും. കരിഞ്ഞു പോകാന്നുണ്ടെങ്കിൽ കറി കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തു. ഇനി ഈ ഒരു പൊടികൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റി കൊടുക്കണം. മറ്റൊരു ബൗളിലേക്ക് പെട്ടെന്ന് മാറ്റി കൊടുക്കുക. അതല്ലെങ്കിൽ ഈ ഒരു പാത്രത്തിൽ തന്നെ ഇരുന്നിട്ട് നമ്മുടെ പൊടികൾ നന്നായിട്ടങ്ങ് കരിഞ്ഞു പോകും. അപ്പോൾ ഇതാ ഞാൻ ഇതൊന്ന് ഫ്ലെയിമെല്ലാം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തണുത്ത് വരട്ടെ. ഇനി ഇതാ നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. ഞാൻ ഇവിടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 1.5 കൈപ്പിടി നിറയെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ നേരത്തെ വറുത്തെടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പൊടികളും നന്നായിട്ട് ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. അതും കൂടി ഇതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതിവിടെ ഞാൻ നല്ലതുപോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നമുക്കൊരു മൺചട്ടിയിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ എപ്പോഴും മീൻകറിയൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് മൺചട്ടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വെളിച്ചെണ്ണ എടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ഇതാ ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു. നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ആ ഒരു മിക്സിയുടെ ജാറ് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ വീണ്ടും ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള മുളകിൻ്റെ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ ഇതാ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കുറവാന്ന് തോന്നിയിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ കറി ഞാൻ ഇവിടെ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു. ഇത് ചെറുതായിട്ടൊന്ന് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലതുപോലെ തന്നെ നമ്മുടെ കറി ഒന്ന് തിളച്ച് വരണം. അപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് കുറച്ച് പുളിവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കറിക്ക് ഒരുപാട് പുളി വേണ്ട കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ കറി നല്ലതുപോലെ തന്നെ ഇവിടെ വെട്ടി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് എന്താ പറയുക, പുളിയും ഉപ്പും ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മീനും കൂടി ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഇതാ മീനിതാ മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതാ ഈ സ്പൂൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്പൂൺ ഇടണ്ട, നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ചട്ടി ഒന്ന് ചുറ്റിച്ചെടുത്താലും മതിയേ. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ.
അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് നമ്മുടെ കറി ഇതവിടെ നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു സമയത്ത് നമ്മുടെ മീനെല്ലാം നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു മീൻ ഒരുപാട് വേവൊന്നുമില്ല, കുറച്ച് വേവേ ഉള്ളൂ. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഇതവിടെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻകറി ഇതവിടെ തയ്യാറായി. നമുക്ക് ഹോട്ടലുകളിൽ പോയി കഴിഞ്ഞാൽ പോലും ഇത്രയും അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻകറി കിട്ടൂല. ഞാൻ വെറുതെ പറയല്ല, നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ ഈ മീൻ കണ്ടെടുക്കുന്നത് നിങ്ങൾ വിടൂല കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ വീണ്ടും വീണ്ടും വാങ്ങിക്കും. അത്രയും അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. നമുക്ക് ചോറിൻ്റെയും ദോശയുടെയും ചപ്പാത്തിയുടെയും കപ്പയുടെയും അങ്ങനെ എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം.